ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന എള്ളിൻ്റെ മിഠായിയാണ്. കണ്ടില്ലേ, നമ്മൾ കടല മിഠായിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എള്ള് വെച്ചിട്ടുള്ള മിഠായിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് നല്ല കട്ടി കുറഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പപ്പടം പോലെയുള്ള നമ്മുടെ മിഠായി. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഞാൻ വെളുത്ത എള്ള് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് കറുത്ത എള്ള് ആണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെളുത്ത എള്ളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് 1/2 കപ്പ് വെച്ചുണ്ടാക്കാം, 1 കപ്പ് വെച്ചുണ്ടാക്കാം. എൻ്റെ വീട്ടിലിത് പോളിംഗ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനിവിടെ 1.5 കപ്പ് എടുത്തേക്കുന്നത്. എന്നിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വീർത്ത് വന്ന് ഒന്ന് നമ്മൾ കടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്നിട്ട് നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു കടായിലോട്ട് നമുക്കൊരു 1.5 കപ്പ് പഞ്ചസാര, എത്ര എള്ള് അത്രയും പഞ്ചസാര, പിന്നെ ഒരു 1/2 കപ്പ് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പഞ്ചസാര അലിയുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ ഈ പഞ്ചസാര കട്ടയാകാതിരിക്കാനാണ് നമ്മളിതുപോലെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് കളറും മാറിയിട്ടുണ്ട്. അധികം കളർ ഡാർക്ക് ആവാൻ വേണ്ടി നിൽക്കണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചൊരു പിസ്തയുടെ കുറച്ച് ഞുറുക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇടുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് കൂടാനൊന്നും പോകുന്നില്ല, ഒരു ലുക്കിന് വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ എള്ളിട്ട് കൊടുക്കാം. ഈ എള്ളിടുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, കാരണം നല്ല ചൂടായിട്ടാണ് നമ്മുടെ ഈ സിറപ്പ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ചൂടൊന്ന് ഒരു കട്ടിയായിട്ട് വരും. ഇപ്പം കണ്ടില്ലേ, കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമുക്കിത് മതിയാവും. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ലൊരു ഗ്ലേസിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എള്ള് മിഠായി പരത്താൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മീതെ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ശരിക്കും ഇത് നിങ്ങളുടെ സൗകര്യത്തിനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഞാനൊക്കെ ഇത് ഉണ്ടാക്കി പഠിച്ചത് നേരെ സ്ലാബിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് അതിൻ്റെ മീതെ തന്നെയാണ് നമ്മൾ ബേലൻ വെച്ച് നമ്മൾ പരത്തി കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് എള്ളിൻ്റെ കൂട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒരു 2-3 ഡ്രോപ്പ് നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേറൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് പതിയെ ഒന്ന് ഞെക്കിയിട്ട് നമുക്ക് നമ്മുടെ ബേലൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ എള്ള് മിഠായിക്ക് എത്ര കട്ടി വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. അതനുസരിച്ച് നമുക്കിതിൻ്റെ കട്ടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ തീർത്തും കട്ടി കുറച്ച് തന്നെയാണ് ഉണ്ടാക്കാറ്. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്കിതിങ്ങനെ പൊളിച്ച് മാറ്റാനും പറ്റും. പക്ഷേ ഉടനെ തന്നെ നമ്മളിത് മുറിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവും. പിന്നെ നമുക്കിത് ഒടിച്ചെടുക്കാനേ പറ്റുള്ളൂ. ആ ഷേപ്പ് കൊടുക്കാൻ പറ്റില്ല. ഇനി ഈ സമയം കൊണ്ട് നമ്മുടെ കടായിലിരിക്കുന്ന നമ്മുടെ എള്ളിൻ്റെ കൂട്ടിന് കട്ടയാകുവാണെങ്കിൽ ചെറിയ തീയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഒത്തിരി ചൂടാക്കരുത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ലൂസായിട്ട് വരും. ഇപ്പം നല്ല ചൂടോടെ തന്നെയാണ് നമ്മളിത് ഇതേപോലെ പരത്തിയിട്ട് നമ്മൾ ഇതേപോലെ മുറിച്ച് കൊടുക്കുക. തണുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടിയായി വരും. നമ്മുടെ ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല കട്ടി കുറഞ്ഞ നല്ല അടിപൊളി നമ്മുടെ എള്ളിൻ്റെ മിഠായി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് ഇതിന്, അതുകൊണ്ടാണ് ഇതേപോലെ ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായിട്ട് വരും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കൂടാതെ തന്നെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അധികം എള്ളൊന്നും വേണ്ട, കുറച്ചൊരു 1/2 കപ്പ് എള്ളൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് കൂടുതൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് വീട്ടിലും നന്നായിട്ട് ആൾക്കാർ കഴിക്കും, പിന്നെ വീട്ടിൽ വരുന്നവരും നന്നായിട്ടിത് കഴിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. അതിനാണ് ഞാനിത് കൂടുതലുണ്ടാക്കിയേക്കുന്നത്. പിന്നെ പിസ്ത ഞാൻ ഇതേപോലെ ഒരു ലുക്കിന് വേണ്ടി മാത്രം ഇട്ടതാണ്, ഒരു നിർബന്ധമില്ല ഇടണമെന്ന്. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇനി പിസ്ത ഇട്ടത് കൊണ്ടൊരു പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നും കൊണ്ട് കൂടുന്നുമില്ല, കാരണം നമ്മൾ കുറച്ചല്ലേ ഇടുന്നുള്ളൂ. കണ്ടില്ലേ, ഞാനിതൊന്ന് ഒടിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.